ಸಮಾರಂಭದಲ್ಲಿ ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ಭಾಗಿಯಾಗಿದ್ದೇನೆ. ഞാൻ ഈ പരിപാടിയിൽ വളരെ സന്തോഷത്തോടുകൂടെ പങ്കെടുക്കുകയാണ്. ആര്യാടൻ ಮೊಹಮ್ಮದ್ ಅವರ ಕಿರಿಯ ಮಗ ನಮ್ಮ ರಾಜ್ಯಕ್ಕೆ ಬಂದು ನನ್ನನ್ನು ಭೇಟಿಯಾಗಿ ಆರ್ಯಾಡನ್ ಮೊಹಮ್ಮದ್ ರವರ 2ನೇ ಪುಣ್ಯತಿಥಿಯನ್ನ ನಾವು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೆ.ಸಿ. ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ನಮ್ಮ ತಂದೆಯವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಶಸ್ತಿಯನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ. ನಾನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ಆ ಪ್ರಶಸ್ತಿಯನ್ನು ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ಕೊಡಬೇಕು ಅಂತೇಳಿ ಮನವಿಯನ್ನು ಮಾಡಿದ್ರು. ബാംഗ്ലൂരിൽ വന്ന ആര്യാടൻ മുഹമ്മദ് സാറിന്റെ പുത്രൻ ആര്യാടൻ ഷൗക്കത്ത് കെ.സി. വേണുഗോപാൽ സാറിന് അപ്പടം നൽകുകയാണ്. അതിന് നിങ്ങൾ വരികയും ആ അവാർഡ് ദാനം ചെയ്യണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതനുസരിച്ച് ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ಪ್ರಶಸ್ತಿಯನ್ನು ಕೊಡ್ತಾ ಇರ್ತಕ್ಕಂಥದ್ದು ಬಹಳ ಸಂತೋಷದ ವಿಚಾರ. ನಾನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದೇ ಬರ್ತೀನಿ ಅಂತೇಳಿ അത്യന്ത സന്തോഷದಿಂದ ഒപ്പുകണ്ട്. കെ.സി. വേണുഗോപാൽജിക്ക് ഈ ഒരു അവാർഡ് കൊടുക്കാൻ ഞാൻ എന്തായാലും വരും എന്ന് വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ವೇಣುಗೋಪಾಲ್ ಅವರು ಅನೇಕ ಸಾರಿ ನನಗೆ ಆಹ್ವಾನವನ್ನು ಕೊಟ್ಟಿದ್ದರು. കെ.സി. വേണുഗോപാൽജി എന്നോട് പല പ്രാവശ്യം വരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ನನಗೆ ಕೇರಳಕ್ಕೆ ಬರಬೇಕು, ಇಲ್ಲಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಬೇಕು, ಕೇರಳ ಜನರನ್ನ ಉದ್ದೇಶಿಸಿ ಭಾಷಣ ಮಾಡಬೇಕು ಅಂತೇಳಿ ನನಗೆ മനവിയെന്ന ಮಾಡಿದ್ರು. കെ.സി. വേണുഗോപാൽ എന്നോട് പല പ്രാവശ്യം കേരളത്തിൽ വരികയും കേരളത്തെ ജനങ്ങളായി സംഭാവിക്കുകയും നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കണമെന്ന് പല പ്രാവശ്യം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ನನಗೆ ಬರಬೇಕು ಅಂತ ಮನಸ್ಸಿದ್ರೂ ಕೂಡ ಕೆಲಸದ ಒತ್ತಡದಿಂದ ಬರಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. എനിക്ക് വരാൻ അതിയായ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പല പരിപാടികളുള്ളത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. ಇದು ಒಂದು ಅವಕಾಶ. ഇതൊരു അവസരമായി ಕೆ.ಸಿ. ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ಆರ್ಯಾಡನ್ ಮೊಹಮ್ಮದ್ ಅವರ ಹೆಸರಿನಲ್ಲಿ ಸ್ಥಾಪಿತ ಆಗಿರ್ತಕ್ಕಂಥ ಪ್ರಶಸ್ತಿಯನ್ನ ನನ್ನ ಕೈನಿಂದ ಕೊಡ್ತಕ್ಕಂಥದ್ದು ಇದು ಒಂದು ಗೌರವದ ವಿಚಾರ ಅಂತ ಹೇಳಿ ನಾನು ಭಾವಿಸ್ಕೊಂಡಿದ್ದೇನೆ. എനിക്ക് വളരെ ഒരു ഗൗരവമുള്ള ഒരു കാര്യം കൂടിയാണ്. ആര്യാടൻ മുഹമ്മദ് സാറിന്റെ പേരിലുള്ള ആ ഒരു അവാർഡ് കെ.സി. വേണുഗോപാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ಕೆ.ಸಿ. ವೇಣುಗೋಪಾಲ್ ಅವರು ಎಐಸಿಸಿ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯಾಗಿ ನಾನು ಹಿಂದಿನ ಬಾರಿ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿದ್ದಾಗ 2013ರಿಂದ 2018 ಮುಖ್ಯಮಂತ್ರಿಯಾಗಿರುವಾಗ ಅವರು ಕೆಲವು ವರ್ಷಗಳ ಕಾಲ ಕರ್ನಾಟಕದ ಉಸ್ತುವಾರಿ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾಗಿದ್ದರು. ഞാൻ കർണാടക മുഖ്യമന്ത്രിയായി 2013 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ കെ.സി. വേണുഗോപാൽജി അവിടെ എ.ഐ.സിയുടെ ജനറൽ സെക്രട്ടറിയായി നമ്മുടെ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ಹಾಗಾಗಿ ಕೆ.ಸಿ. ವೇಣುಗೋಪಾಲ್ ಅವರನ್ನ ನಾನು ಹತ್ತಿರದಿಂದ ನೋಡಿದ್ದೇನೆ, ಅರ್ಥ ಮಾಡ್ಕೊಂಡಿದ್ದೇನೆ. ആയതിനാൽ കെ.സി. വേണുഗോപാൽജിയെ ഞാൻ വളരെ അടുത്തുനിന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ಕೆ.ಸಿ. ವೇಣುಗೋಪಾಲ್ ಅವರು ಸ್ವಭಾವತಃ ಜನಪರವಾದಂಥ ವ್ಯಕ್ತಿ ಆಗಿರ್ತಕ್ಕಂಥವರು. ಅಷ್ಟೇ ಅಲ್ಲ, ಹೇಗೆ ಹಿರಿಯರನ್ನ ಪ್ರೀತಿಸ್ತಾರೆ, ಗೌರವಿಸ್ತಾರೆ, ಹಾಗೇನೆ
ಚಿಕ್ಕವರನ್ನು ಕೂಡ ಗೌರವಿಸ್ತಾರೆ ಮತ್ತೆ ಪ್ರೀತಿಸ್ತಾರೆ. KC വേണുഗോപാൽ വളരെ ഒരു നല്ല മനുഷ്യനാണ്. എങ്ങനെ ജനങ്ങളെ സ്നേഹിക്കുന്നു, ചെറുപ്പക്കാർ മുതൽ വലിയ ആൾക്കാരെ മുതിർന്നവരെയും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു മഹാൻ വ്യക്തിയാണ് KC വേണുഗോപാൽ. ಒಟ್ಟಾರೆಯಾಗಿ KC വേണുഗോപാൽ ಅವರು ಒಬ್ಬ ಸ್ನೇಹಜೀವಿ. അദ്ദേഹം ഒരു സ്നേഹജീവിയാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. ಅವರೆಲ್ಲ ಹೋಗ್ತಾ ಇದ್ದಾರೆ, ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತಾರೆ. നിങ്ങളെല്ലാവരും പോകുന്നത് എന്തുകൊണ്ടാണ്, കന്നഡത്തിൽ സംസാരിക്കുന്നതാണോ എന്ന് സാർ ചോദിക്കുകയാണ്. ദയവ് ചെയ്ത് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ನಾನು ಕಟ್ ಶಾರ್ಟ್ ಮೈ ಸ್ಪೀಚ್. KC വേണുഗോപാಲ್ ರವರು ಬಹಳ ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲೇ ರಾಜಕೀಯ ಪ್ರವೇಶ ಮಾಡಿದಂಥವ್ರು. KC വേണുഗോപാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയം പ്രവേശിച്ചുകൊണ്ട് ഈ ഒരു മട്ടത്തിലേക്ക് എത്തിയ ഒരു മഹാൻ വ്യക്തിയാണ്. ಕಾಂಗ್ರೆಸ್ ಪಕ್ಷವನ್ನು ಸೇರಿ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷಕ್ಕೆ ನಿಷ್ಠೆಯಿಂದ ಕೆಲಸ ಮಾಡಿ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷವನ್ನ ಕಟ್ಟತಕ್ಕಂಥ ಕೆಲಸವನ್ನ ಮಾಡಿದ್ದಾರೆ. കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം ജോയിൻ ആയ ശേഷം ആ പാർട്ടിയെ വളരെ നന്നായി കെട്ടിപ്പണിയുവാൻ വളരെ സാഹസികമായി പ്രയത്നിച്ച ഒരു നേതാവാണ് വേണുഗോപാൽ. ಕೇರಳ ವಿಧಾನಸಭೆಯಲ್ಲಿ ಶಾಸಕರಾಗಿದ್ದಾರೆ, ಕೇರಳ ಸರ್ಕಾರದಲ್ಲಿ ಮಂತ್ರಿಯಾಗಿದ್ದಾರೆ, ಲೋಕಸಭೆಯ ಸದಸ್ಯರಾಗಿದ್ದಾರೆ, ಅಷ್ಟೇ ಅಲ್ಲ ರಾಜ್ಯಸಭಾ ಸದಸ್ಯರು ಕೂಡ ಆಗಿದ್ರು. കേരളത്തിൽ MLA ആവുകയും അതിനുശേഷം മന്ത്രിയാവുകയും അതിനുശേഷം അദ്ദേഹം പാർലമെന്റിൽ MP ആയി തെരഞ്ഞെടുത്തു. പിന്നെ രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ಅವರು ಕಾಂಗ್ರೆಸ್ ಪಕ್ಷವನ್ನ ಬಲಪಡಿಸುವುದರಲ್ಲಿ ಅಪಾರವಾದಂತಹ ಶ್ರಮವನ್ನ ಮಾಡಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಅತಿಶಯೋಕ್ತಿ ಆಗಲಾರದು. അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പണിയാൻ വേണ്ടി ചെയ്യുന്ന ആ സേവനം വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ അത് കുറവാവില്ല. ರಾಹುಲ್ ಗಾಂಧಿಯವರು ಭಾರತ್ ಜೋಡೋ ಯಾತ್ರೆಯನ್ನು ಕೈಗೊಂಡಾಗ ಆ ಯಾತ್ರೆ ಯಶಸ್ವಿಯಾಗಲಿಕ್ಕೆ ಮತ್ತು ಆ ಯಾತ್ರೆಯಲ್ಲಿ ಜನರು ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಲಿಕ್ಕೆ KC ವೇಣುಗೋಪಾಲ್ ರವರ ಪಾತ್ರ ಅಪಾರವಾಗಿದೆ ಅಂತಕ್ಕಂಥ ಮಾತುಗಳನ್ನು ತಮಗೆ ತಿಳಿಸಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. പ്രിയ രാഹുൽജി, ഭാരത് ജോഡോ യാത്ര തുടങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തി KC വേണുഗോപാലായിരുന്നു. അതുപോലെ തന്നെ ജനപങ്കാളിത്തം കൂട്ടാനും അതിൽ രാഹുൽ ഗാന്ധിക്ക് നല്ല പേര് വരാനും അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. ಅವರು ರಾಜಕೀಯ ಚಾಣಕ್ಯರು. അദ്ദേഹം ರಾಷ್ಟ್ರೀಯ ಚಾಣಕ್ಯನಾണ്. ಯಾಕಂತಂದ್ರೆ 2018ರಲ್ಲಿ ನಾನು ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ಚುನಾವಣೆಗೆ ಸ್ಪರ್ಧೆ ಮಾಡಬೇಕಾಗಿತ್ತು. 2018 ഞാൻ ನಾನು ಚಾಮುಂಡೇಶ್ವರಿ ಕ್ಷೇತ್ರದಿಂದ ಸ್ಪರ್ಧೆ ಮಾಡಬೇಕು ಅಂತ ತೀರ್ಮಾನ ಮಾಡಿದ್ದೆ. 2018 ഞാൻ ചാമുണ്ടേശ്വരി വിധാനസഭാ ക്ഷേത്രത്തിൽ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ನನಗೆ ಅವರು ಅಡ್ವೈಸ್ ಮಾಡಿದ್ರು, ನೀವು ಚಾಮುಂಡೇಶ್ವರಿ ಕ್ಷೇತ್ರದಿಂದಲೇ ಸೋಲ್ತೀರಿ, ಅದಕ್ಕೋಸ್ಕರ ಬೇರೊಂದು ಕ್ಷೇತ್ರದಲ್ಲಿ ನಿಲ್ಲಬೇಕು ಅಂತೇಳಿ ಸಲಹೆಯನ್ನು ಕೊಟ್ಟವರು ಶ್ರೀ ವೇಣುಗೋಪಾಲ್ ಅವರು. അന്ന് രാഷ്ട്രീയ ചാണക്യനായ KC വേണുഗോപാൽ എന്നോട് പറയുകയുണ്ടായി, ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മാത്രമല്ല, നിങ്ങൾ അവിടെ നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പില്ല, ആയതുകൊണ്ട് ഇനിയൊരു മണ്ഡലത്തിലും കൂടി നിങ്ങൾ മത്സരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി.
ಒಂದು ವೇಳೆ ಇವರ ಸಲಹೆಯನ್ನು ಕಡೆಗಣಿಸಿ ನಾನು ಚಾಮುಂಡೇಶ್ವರಿ ಒಂದೇ ಕ್ಷೇತ್ರದಿಂದ ನಿಂತಿದ್ರೆ ಬಾದಾಮಿ ಕ್ಷೇತ್ರವನ್ನ ಆಯ್ಕೆ ಮಾಡ್ಕೊಳ್ಳದೆ ಹೋಗಿದ್ರೆ 2 ಕ್ಷೇತ್ರದಲ್ಲಿ ನಿಲ್ಲದೆ ಹೋಗಿದ್ರೆ ನಾನು രാജകീയದಲ್ಲಿ ಚಾಮುಂಡೇಶ್ವರಿಯಲ್ಲಿ സോത്തിದ್ದೆ. 2 ക്ഷേത്രത്തിൽ 2 നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ അദ്ദേഹം എന്നോട് ഉപദേശിക്കുകയും അതനുസരിച്ച് ഞാൻ ബാദാമിയിൽ മത്സരിച്ചതുകൊണ്ട് ഞാൻ അവിടെ ജയിക്കുകയുണ്ടായി. ഈ ചാമുണ്ടേശ്വരി നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ആ കാര്യം ഞാൻ അനുസരിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് രാഷ്ട്രീയത്തിൽ ഞാൻ വളരെ വിട്ടുപോകുമായിരുന്നു. ಅವರ ಲೆಕ್ಕಾಚಾರದಂತೆ ನಾನು ಚಾಮುಂಡೇಶ್ವರಿಯಲ್ಲಿ ಸೋತೆ, ಬಾದಾಮಿಯಲ್ಲಿ ಗೆದ್ದೆ. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഞാൻ ചാമുണ്ടേശ്വരിയിൽ തോക്കുകയും ബാദാമിയിൽ ജയിക്കുകയും ഉണ്ടായി. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചാണക്യൻ എന്നതിന്റെ ഒരു തെളിവാണ്. ನಾನು ಯಾಕೆ ಈ ಮಾತನ್ನ ಹೇಳ್ತಾ ಇದ್ದೀನಿ ಅಂತಂದ್ರೆ, ಅವರು ರಾಜಕೀಯದಲ್ಲಿ ಎಷ್ಟು ಚಾಣಾಕ್ಷರು, ಎಷ್ಟು ಮಟ್ಟಿಗೆ ನಿಖರವಾಗಿ ರಾಜಕೀಯವನ್ನ ಅರ್ಥ ಮಾಡ್ಕೊತಾ ಇದ್ರು, ಜನರನ್ನ ಅರ್ಥ ಮಾಡ್ಕೊತಾ ಇದ್ರು, ಜನರ ಭಾವನೆಗಳನ್ನ ಅರ್ಥ ಮಾಡ್ಕೊತಿದ್ರು ಅನ್ನೋದಕ್ಕೆ ಇದು ಒಂದು ನಿದರ್ಶನ. ഞാൻ ഈ കാര്യം എന്തിനു പറഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയിക്കുകയാണെങ്കിൽ, അദ്ദേഹം രാഷ്ട്രീയ ചാണക്യനാണ്. അദ്ദേഹം വളരെ മനസ്സിലാക്കുന്നു ജനങ്ങളുടെ വികാരം എന്താണ്, ജനങ്ങളുടെ ചിന്താഗതി എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു നല്ല ഒരു നേതാവായതിന്റെ തെളിവും കൂടിയാണ്. ಅವರು ನಾನು ಕಂಡಂತೆ ಒಬ್ಬ ಜಾತ್ಯತೀತ ವ್ಯಕ್ತಿ ಅಷ್ಟೇ ಅಲ್ಲ, പ്രജാപ്രഭുത്വದಲ್ಲಿ അപാരವಾದ ನಂಬಿಕೆ ഇಟ್ಕೊಂಡಿರ್ತಕ್ಕಂಥ വ്യക്തി. ഞാൻ കണ്ട പോലെ KC വേണുഗോപാൽ ഒരു മതേതരവാദിയാണ്. അതുപോലെ തന്നെ ജനാധിപത്യത്തിനെ അംഗീകരിക്കുന്ന ഒരു നേതാവും കൂടിയാണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ಹಾಗಾಗಿ ಅವರು ಸೋನಿಯಾ ಗಾಂಧಿ ಅವರ ಜೊತೆ ಸೇರ್ಕೊಂಡು, ರಾಹುಲ್ ಗಾಂಧಿ ಅವರ ಜೊತೆ ಸೇರ್ಕೊಂಡು, ಪ್ರಿಯಾಂಕಾ ಗಾಂಧಿ ಅವರ ಜೊತೆ ಸೇರ್ಕೊಂಡು, ಮಲ್ಲಿಕಾರ್ಜುನ ಖರ್ಗೆ ಅವರ ಜೊತೆ ಸೇರ್ಕೊಂಡು ಇವತ್ತು ಭಾರತೀಯ ಜನತಾ ಪಕ್ಷಕ್ಕೆ ಪರ್ಯಾಯವಾಗಿ ಒಂದು ವಿರೋಧಿ ರಂಗವನ್ನ ಸ್ಥಾಪಿಸಲಿಕ್ಕೆ ಕಾರಣಕರ್ತರಾಗಿದ್ದಾರೆ. ಇಂಡಿಯಾ ಅಂತಕ್ಕಂಥ ರಾಜಕೀಯ ರಂಗವನ್ನ ಸ್ಥಾಪಿಸಲಿಕ್ಕೆ ಅವರು ಪ್ರಮುಖ ಪಾತ್ರವನ್ನು ವಹಿಸಿದ್ದಾರೆ ಅಂತಕ್ಕಂಥ ಮಾತುಗಳನ್ನ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದಾರೆ. അദ്ദേഹം സോണിയാജിയുടെ കൂടെ, അതുപോലെ തന്നെ രാഹുൽജിയുടെ കൂടെ, പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ, AICC പ്രസിഡന്റായ മല്ലികാർജുൻ ഖർഗെയുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി രൂപീകരിച്ച് നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരെ ബദലായ ഒരു വലിയ ഒരു സഖ്യമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതും സത്യമാണ്. ನಾನು ಹಿಂದೆ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿರುವಾಗ ಕರ್ನಾಟಕದಲ್ಲಿರ್ತಕ್ಕಂಥ ಬಡವರು, ಎಲ್ಲ ಜಾತಿ ಭಾಷೆ ಎಲ್ಲ ಧರ್ಮದ ಬಡವರು, ಆ ಜನರಿಗೋಸ್ಕರ ಅನೇಕ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ರೂಪಿಸಿದ್ದೆ. ಆ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ರೂಪಿಸಲಿಕ್ಕೆ ಸಂಪೂರ್ಣ ಬೆಂಬಲ KC വേണുഗോപാൽ ಅವರಿಂದ ಇತ್ತು ಅಂತಕ್ಕಂಥದ್ದನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. ഞാൻ കർണാടക മുഖ്യമന്ത്രിയായ കാലത്ത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കും അതുപോലെ തന്നെ മധ്യമ വർഗത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചപ്പോൾ അതിന്റെ പിന്നിൽ പൂർണ്ണമായി സഹകരിച്ച നേതാവാണ് KC വേണുഗോപാൽ. ಮತ್ತೆ 2ನೇ ಬಾರಿ ಮುಖ್ಯಮಂತ್ರಿಯಾದಾಗ ಅಖಿಲ ಭಾರತ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ಜೊತೆಯಲ್ಲಿ ಚರ್ಚೆ ಮಾಡಿ ಅನೇಕ ಯೋಜನೆಗಳನ್ನ ನಾವು ಕರ್ನಾಟಕದಲ್ಲಿ ಜಾರಿಗೆ ಕೊಡ್ತೇವೆ ಅಂತೇಳಿ ಚುನಾವಣಾ ಸಂದರ್ಭದಲ್ಲಿ ಭರವಸೆಗಳನ್ನು ಕೊಟ್ಟಿದ್ದು. രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ പല നമ്മുടെ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ പല പ്രഖ്യാപിച്ച 5 കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ AICC-യുമായി സംസാരിച്ച് അതിനെ അനുവദിച്ചത് KC വേണുഗോപാലായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. 5 ಗ್ಯಾರಂಟಿ ಯೋಜನೆಗಳನ್ನು ಘೋಷಣೆ ಮಾಡಿದ್ದು. 5 ಗ್ಯಾರಂಟಿ ഞങ്ങൾ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ಶಕ್ತಿ ಯೋಜನೆ, ಗೃಹಲಕ್ಷ್ಮಿ ಯೋಜನೆ, ಗೃಹ ಜ್ಯೋತಿ ಯೋಜನೆ, ಅನ್ನಭಾಗ್ಯ ಯೋಜನೆ, ಯುವ ನಿಧಿ ಯೋಜನೆ. ಈ ಯೋಜನೆಗಳನ್ನ ರೂಪಿಸಬೇಕಾದ್ರೆ KC ವೇಣುಗೋಪಾಲ್ರು ಕೂಡ
ನಮಗೆ ಬೆಂಬಲವನ್ನ ಕೊಟ್ಟಿದ್ರು. ಶಕ್ತಿ, ಯುವನಿಧಿ, ಅನ್ನಭಾಗ್ಯ, ಗೃಹಲಕ್ಷ್ಮಿ, ഗൃഹജ്യോതി ഈ എല്ലാ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നതിന്റെ പിന്നിലും കെ സി വേണുഗോപാലായിരുന്നു. ನಾವು ಜನರಿಗೆ ಹೇಳಿದ್ದು, ನಾವು ಅಧಿಕಾರಕ್ಕೆ ಬಂದ 1 ವರ್ಷದಲ್ಲಿ ಎಲ್ಲ 5 ಯೋಜನೆಗಳನ್ನು ಜಾರಿಗೆ ಕೊಡ್ತೇವೆ ಅಂತಕ್ಕಂಥ ಮಾತುಗಳನ್ನು ಹೇಳಿದ್ದು. ഞങ്ങൾ ജനങ്ങളോട് പറയുകയുണ്ടായി, നമ്മൾ അധികാരത്തിൽ വന്നാൽ 5 ഗ്യാരണ്ടികളും നടപ്പിലാക്കി തരുമെന്ന് ജനങ്ങളോട് പറയുകയുണ്ടായിരുന്നു. ಈಗ ನಾವು ಅಧಿಕಾರಕ್ಕೆ ಬಂದು 1 ವರ್ಷ 4 ತಿಂಗಳಾಯಿತು. ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಕೂಡ ಜಾರಿ ಮಾಡಿದ್ದೇವೆ. ಈ ಯೋಜನೆಗಳಿಗೆ ಸುಮಾರು 56,000 ಕೋಟಿ ರೂಪಾಯಿಗಳು ಖರ್ಚಾಗಿದ್ದಾವೆ. ഇപ്പോൾ നമ്മൾ അധികാരത്തിൽ വന്ന് 1 വർഷവും 4 മാസവും തികയുകയാണ്. 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് കൊടുക്കുകയും 56,000 കോടി രൂപ ജനങ്ങൾക്കായി നമ്മൾ നീക്കിവെച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. ಈ ಕಾರಣದಿಂದಲೇ ಕರ್ನಾಟಕದಲ್ಲಿ ಅಧಿಕೃತ ವಿರೋಧ ಪಕ್ಷವಾಗಿರ್ತಕ್ಕಂಥ ಬಿಜೆಪಿ ಮತ್ತು ಜೆಡಿಎಸ್, ನಿಮಗೆಲ್ಲ ಗೊತ್ತಿದೆ, ಕರ್ನಾಟಕದಲ್ಲಿ 3 ರಾಜಕೀಯ ಪಕ್ಷಗಳು ಪ್ರಮುಖವಾಗಿದ್ದಾವೆ. ಒಂದು ಕಾಂಗ್ರೆಸ್, ಎರಡನೇದು ಬಿಜೆಪಿ, ಮೂರನೇದು ಜಾತ್ಯತೀತ ಜನತಾದಳ. കർണാടകയിൽ 3 പ്രമുഖ പാർട്ടികളാണുള്ളത്. ഒന്ന് കോൺഗ്രസ് പാർട്ടി, രണ്ടാമത് ബിജെപി, മൂന്നാമത് ജനതാദൾ ಸೆಕ್ಯುಲರ್. ಜೆಡಿಎಸ್ ಈಗ ಜಾತ್ಯತೀತ ಜನತಾದಳವಾಗಿ ಇರುವುದಿಲ್ಲ. ജെഡിഎസ് ഇന്ന് ജനതാദൾ ಸೆಕ್ಯುಲರ್ ആയിട്ട് അവിടെ നിലനിൽപ്പില്ല. ಯಾಕಂತಂದ್ರೆ ಈಗ ಕಳೆದ ಲೋಕಸಭಾ ಚುನಾವಣೆಯಲ್ಲಿ ಕೋಮುವಾದಿ ಬಿಜೆಪಿ ಜೊತೆಯಲ್ಲಿ ಸೇರ್ಕೊಂಡ್ಬಿಟ್ಟಿದ್ದಾರೆ. നിങ്ങൾക്കറിയാമല്ലോ, ആ പാർട്ടി ഇന്ന് വർഗീയവാദികളായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ സഖ്യത്തിലാണ്. ಈ ಎರಡೂ ಪಕ್ಷಗಳನ್ನ ಸೋಲಿಸಿ ನಾವು ಅಧಿಕಾರಕ್ಕೆ ಬಂದಿದ್ದೇವೆ. ആ 2 പാർട്ടികളെയും തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ അവിടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ಇವತ್ತು ಬಡವರ ಪರವಾಗಿ, ದಲಿತರ ಪರವಾಗಿ, ಹಿಂದುಳಿದವರ ಪರವಾಗಿ, ಅಲ್ಪಸಂಖ್ಯಾತರ ಪರವಾಗಿ, ಮಹಿಳೆಯರ ಪರವಾಗಿ ಮತ್ತು ಕಾರ್ಮಿಕರ ಪರವಾಗಿ ನಾವು ಅನೇಕ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಹಮ್ಮಿಕೊಂಡು ಕೆಲಸ ಮಾಡ್ತಾ ಇದೆ. കോൺഗ്രസ് പാർട്ടി ഇന്ന് ദളിത് സമൂഹം, തൊഴിലാളി സമൂഹം, വനിതകൾ, അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ಪ್ರಜಾಪ್ರಭುತ್ವ ಯಶಸ್ವಿಯಾಗಬೇಕಾದ್ರೆ ಸಂವಿಧಾನದ ಧ್ಯೇಯೋದ್ದೇಶಗಳು ಜಾರಿಯಾಗಬೇಕಾದ್ರೆ ಸಮಾಜದಲ್ಲಿ ಸಮಾನತೆಯನ್ನು ಸಾಧಿಸಬೇಕಾಗ್ತದೆ. നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി നിലവിൽ വരണമെങ്കിൽ ജനങ്ങൾ സമാനമായി ജീവിക്കാനും ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ജീവനാനുഷ്ഠിക്കുവാനും സാധിക്കണം. ನಿಮ್ಮಲ್ಲಿ ನಾರಾಯಣ ಗುರು ಒಬ್ಬ ಸಂತರು, ಅವರು ಕೇರಳದವರು. ಅದೇ ರೀತಿ ಬಸವಣ್ಣವರು ಕರ್ನಾಟಕದವರು. ಇಬ್ಬರೂ ಕೂಡ ಮನುವಾದಿಗಳ ವಿರುದ್ಧವಾಗಿ ಹೋರಾಟ ಮಾಡಿದಂಥವರು. നിങ്ങളുടെ കേരളത്തിൽ ബ്രഹ്മശ്രീ നാരായണ ഗുരു, അതുപോലെ തന്നെ കർണാടകയിൽ ബസവണ്ണ, ഇവർ 2 പേരും വർഗീയവാദിക്കെതിരായി പ്രവർത്തിച്ച ആൾക്കാരായിരുന്നു. ನಾರಾಯಣ ಗುರುಗಳು ಒಂದೇ ಜಾತಿ,